അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. പീസ് റേഡിയോ സമകാലികം പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ മുഹമ്മദ് സഫീർ സാറാണ്. കോഴിക്കോട് NITയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അദ്ദേഹം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം നമ്മോട് ഷെയർ ചെയ്തു. സിവിൽ എഞ്ചിനീയറിംഗിൽ അതുപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലുള്ള അദ്ദേഹത്തിൻ്റെ പഠനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും അതിനുശേഷം നമ്മളിപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആഹ്, പിന്നെ ഇപ്പോൾ നിലവിലുള്ള എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ഇപ്പോൾ പ്രധാനമായും റീഇൻഫോഴ്സ്ഡ് സ്ട്രക്ചറും അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രക്ചറും. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് ഈ ഒരു RC സ്ട്രക്ചേഴ്സ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്ന ഈ ഒരു പൂർണ്ണമായിട്ടും സ്റ്റീലിൽ ഉണ്ടാക്കുന്ന ബിൽഡിങ്സ്. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും സ്റ്റീലിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഒന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ അതിങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പല മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളും ഇപ്പം അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതെ, അതെ. ഇപ്പം നമ്മുടെ നാട്ടിലടുത്തൊരു പള്ളി അങ്ങനെ ഉണ്ടാക്കിയത് കണ്ടിരുന്നു. ആ, അതെ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എന്തെങ്കിലും അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ബ്രീഫ് ചെയ്ത് ഒന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. പിന്നെ ആൾട്രേഷൻസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കഴിയും. പിന്നെ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവും, അത് നമുക്ക് ഡിമോളിഷ് ചെയ്ത് പോകാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൽ തന്നെ ഈ സ്റ്റീൽ തന്നെ പല ടൈപ്പ് ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പോൾ കോൾ ഫോം സ്റ്റീൽ സെക്ഷൻസ്, അത് ഭയങ്കര ഇതിന് തിന്നായിരിക്കും. ചിലവ് കൂടാണോ ചെയ്യുക? ഇനീഷ്യലി കുറച്ച് കൂടും, കൂടും. കാരണം സ്റ്റീലിന് വില കൂടുതലാണല്ലോ. അതെ, അതെ. അത് പെർ kg ആണ് വരിക. ഉം. അതെ, ഇനീഷ്യലി കുറച്ച് വില മറ്റേതിനേക്കാളും കൂടുതലാണ്. ഉം. പക്ഷേ സാധാരണ ഒരു ആർഗ്യുമെൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉം. രണ്ടും പാരലലി കൂടുന്നുണ്ട്. ചിലപ്പോൾ രണ്ടും ഇതാവാം, ഇല്ലെങ്കിൽ കോമ്പോസിറ്റ് പോകും രണ്ടും. ഈ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇപ്പോൾ സാധാരണ വീടുകളൊക്കെ ഈ ഒരു സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് മാറുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഈ പറഞ്ഞ ലാഭങ്ങളുണ്ടോ? അത് ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ. ആ. അത് നമ്മൾ ശരിക്കും വീടുമായിട്ട് നമ്മൾ അല്ല, ആ രൂപത്തിലുള്ളൊരു പഠനം നടത്തിയത് എന്തെങ്കിലും ഉണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട് അത് ശരിക്കും നമ്മുടെ ലോക്കലായിട്ടുള്ള കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവും, ഉം. കോൺട്രാക്ടേഴ്സ്. ഉം. അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അത് തരാൻ കഴിയും. ഉം. അത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉം. ഇപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു 10 lakhs നമുക്ക് കുഴപ്പമില്ലാതെ ഒരു വീട്. 2 നില വീട് ആണോ? അതെങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ നമുക്കൊരു 10 ലക്ഷത്തിൽ കുഴപ്പമില്ലാത്തൊരു വീട് സ്റ്റീൽ വെച്ചിട്ട് ഉം. ചെയ്യാൻ കഴിയും. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് നമ്മളുടെ ഒരു ഏരിയ അല്ല. ഉം. അത് കുറച്ചുകൂടി ഒരു കോൺട്രാക്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണുള്ളത്. അതെ, അതെ. അല്ല, ഇപ്പോഴത്തെ ഒരു വീട് നിർമ്മാണത്തിലും മറ്റും സിവിൽ എഞ്ചിനീയറിങ്ങിലൊക്കെ ഒരു വ്യത്യസ്തമായ പല രീതികളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതെ. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു സ്റ്റീൽ സ്ട്രക്ചേഴ്സിലേക്ക് പിന്നെ മാറുന്നു തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഉണ്ട്, മാറും. ഉം. അതായത് ആർക്കിടെക്ട്സും അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സും സ്റ്റീല് പ്രിഫർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. 2 കാര്യങ്ങളാണ് അതിൻ്റെ മെയിൻ കൺസേൺഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് കോസ്റ്റ്, 2 അതിൻ്റെ ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസ്. അവൈലബിലിറ്റി എന്താണ്? മെറ്റീരിയലിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റീലിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്കത് വേണ്ട രീതിയിലേക്ക് റീയൂസ് ചെയ്യാം, അതെ, സ്ക്രാപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, മുമ്പൊരു ടോക്ക് കണ്ട സമയത്ത് ഈ കോൾ ഫോം സെക്ഷൻസ് വെച്ചിട്ട് വീടുണ്ടാക്കുന്നതാ. ഉം. അപ്പോൾ 2 ട്രക്കാണ് സൈറ്റിൽ പോവുക. ഒരു ട്രക്കിൽ നിറയെ സ്റ്റീൽ പ്ലേറ്റുകൾ, ഒരു ട്രക്കിൽ ഈ സ്റ്റീൽ പ്ലേറ്റ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള ഷേപ്പിലേക്ക് കിട്ടും. ഇത് സൈറ്റിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഉം. ഉം. അത് ഓൾറെഡി പല സ്ഥലങ്ങളിലും ഉണ്ട്. ഉം. അത് സ്മോളർ സ്ട്രക്ചേഴ്സിന് അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട്. അവിടെയും ഇവരുടെ പ്രശ്നം ഈ രണ്ടെണ്ണമാണ്. അതായത് കോസ്റ്റ് കുറച്ച് കൂടുതലും, അതുപോലെ ഇതിൻ്റെ ആ ടെക്നോളജി എത്രത്തോളം. ഇനിയും കുറേ ഡെവലപ്പായി വരാനുണ്ട് അതെ, അല്ലേ? അതിലെനിക്ക് അത്ര വിവരമില്ല. ഉം. പക്ഷേ ഇത് നമുക്കൊരു സാധാരണക്കാരനെ പോലെ കേട്ട വിവരമേ ഉള്ളൂ. പക്ഷേ അത് നല്ല പോസിബിലിറ്റി ഉണ്ട്. അത് ഉം. ഇപ്പോൾ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഉണ്ട്. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന അതൊരു NITയിൽ ഒരു ഇൻക്യുബേഷൻ ഒരു കമ്പനിയാണ്. അദ്ദേഹം പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കോഴിക്കോട് NITയിൽ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ കമ്പനിയാണ്. അതെ, ഒരു കമ്പനിയുണ്ട്. അവരുടെ ലെക്ചറിലാണ് ഞാനത് കണ്ടത്. അവരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ നമ്മുടെ നാട്ടിലൊക്കെ അത് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. അവരത് നമ്മുടെ നാട്ടിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അതെ. അവരത് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, കാരണം അവർ ബേസിക്കലി ബിസിനസ് ആണല്ലോ. പക്ഷേ ആളുകൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ.
അതെ. ഈ ഒരു സ്ക്രാപ്പ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കപ്പലൊക്കെ പൊളിച്ച് വിൽക്കുന്ന അതൊക്കെ ഒരു പോസിബിളാണ്. ആ. ഇതിൽ വേറൊരു വിഷയമുള്ളത് എന്താ വെച്ചാൽ ഈ സ്റ്റീൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഉം. നമുക്ക് ഇപ്പോൾ സ്റ്റീല് നല്ല നല്ല കമ്പനീസിൻ്റെ നല്ല വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. ഉം. സെക്കൻഡ് ക്വാളിറ്റി നമുക്ക് ഇങ്ങനെ വേറെ ലോക്കൽ മാർക്കറ്റിൽ നിന്നും മേടിക്കാൻ പറ്റും. ഉം. ഇപ്പോഴത്തെ ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നിലമ്പൂർ ആ ഭാഗത്ത് എന്തോ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇത് വരണവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫെൻസിങ്ങിന് വാങ്ങിച്ച ഈ സ്റ്റീലിൻ്റെ വയറുകൾ കുറച്ച് ക്വാളിറ്റി കുറവാണ്. ഉം. ബേസിക്കലി സ്റ്റീൽ. അപ്പോൾ അത് കൊറോഷൻ, അതായത് കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പെടുക്കും. തുരുമ്പുണ്ട്, അതെന്താ ചെയ്യാൻ കഴിയാന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കയറി വരും. അതെ, അതെ. ഇതൊരു പ്രശ്നമാണ്. ഉം. അങ്ങനെ കുറേ പ്രശ്നം നമുക്ക് അറിയൂല, അങ്ങനെ ഉം. അനുഭവിച്ചുള്ള. അതെ. അപ്പോൾ അത് നന്നായിട്ട് അതാണ് എഞ്ചിനീയറിംഗ് മെത്തേഡിൽ നമ്മളത്, അതെ. ഇതൊരു പ്രശ്നം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ അത് പുതിയൊരു പഠന മേഖലയാണ് ശരിക്കും അതെ, അല്ലേ? നമ്മുടെ അനുഭവത്തിനനുസരിച്ച് അതാണ് നമുക്ക് അറിയുന്ന എഞ്ചിനീയറിംഗ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവർ പറയും ചിലപ്പോൾ നമുക്ക് കോട്ടിങ് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇതുള്ളത് എന്നുള്ളത്. അത് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഇന്നത്തെ ടെക്നോളജി ആവില്ല നാളെ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം മുമ്പിലുണ്ട്. കാരണം ഇപ്പോൾ ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്നുള്ളത് അത് കുറേ കാലം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് അതിനുള്ള പരിഹാരങ്ങളും കണ്ട് അതിങ്ങനെ കുറേ മുമ്പോട്ട് വന്നൊരു രീതിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പുതിയ രീതി നമ്മൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പിന്നെ അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ടാവും. ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കാര്യം കൂടി കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പലതും നമ്മൾ അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കുറേ വീട്ടിൽ പോകുമ്പോൾ അവർ പറയും ഇങ്ങനെ ക്രാക്ക് ഉണ്ട്. അതെ, അപ്പോൾ ആളുകളത് യൂസ് ടു ആണ്. അതെ. നേരെ മറിച്ച് ഒരു സ്റ്റീൽ ബിൽഡിംഗ് ഉണ്ടാക്കി ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അവരത് അങ്ങനെ കാണുന്നു തോന്നുന്നില്ല. എനിക്കറിഞ്ഞില്ല, ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നത് തെറ്റായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അവർ ചോദിക്കുന്നത് എന്താ, ചിലതൊക്കെ ഒരു മൈനർ നോൺ സ്ട്രക്ചറൽ ക്രാക്കാണ്, ചിലത് പ്രശ്നമുള്ളതും കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ളത്. അപ്പോൾ ഈ പുതിയ അതിനൊക്കെ ആൾക്കാർ പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ കുറച്ച് വർഷം കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണെന്നുള്ള രൂപത്തിൽ ഒരു പ്രശ്നം സുപരിചിതമാകുമ്പോൾ നമുക്ക് നോർമലായിട്ട് പ്രശ്നം ഉണ്ടോ അതുണ്ടാവും. ചോർച്ചയൊക്കെ അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അവർ കോട്ടിങ്, അപ്പോൾ അത് അടുത്ത പ്രാവശ്യം അവർ അടുത്ത ബിൽഡിങ്ങിന് അത് ക്യൂർ ചെയ്യും. അങ്ങനെ അതൊരു ഇവോൾവ് ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മൾ IIT ഡൽഹിയിലെ ഒരു PhDയുമായി ബന്ധപ്പെട്ട അതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഈ ഒരു സ്റ്റീൽ സ്ട്രക്ചറിലേക്ക്. പിന്നെ അപ്പോൾ അവിടെയുള്ള PhD ചെയ്യുമ്പോൾ താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇനി പുതിയ ഇങ്ങനെ PhD ചെയ്യാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു റിസർച്ചിലേക്ക് പോകുന്ന ആ കുട്ടികൾക്കുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? അതുണ്ട്. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒന്ന്, നമ്മൾ PhD ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കുകയാണ്. അതായത് ഇതുവരെ ഒരു നല്ലൊരു PhD ആണ് പറയുന്നത്. നമ്മൾ ഇതുവരെ ആരും സോൾവ് ചെയ്യാത്ത ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് PhD. നമ്മൾ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്താതിരിക്കാം, പക്ഷെ അതിൻ്റെ പ്രൊസീജിയർ പഠിക്കുകയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ആൾ PhD കഴിയുമ്പോൾ ആളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് റിക്വയർമെൻ്റ് ഉണ്ട്. ഒന്ന്, സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അതെടുത്ത് സോൾവ് ചെയ്യാൻ ഉള്ളൊരു ഡയറക്ഷൻ കൊടുക്കാൻ കഴിയണം. അതായത് ഒരു PhD ഗൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നാട്ടിലൊരാൾ വരുമ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ ആ ഏരിയയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഇത് എന്നതാണെന്നുള്ള ഒരു ഡയറക്ഷൻ. നമ്മൾ അബ്സല്യൂട്ട് സൊല്യൂഷനൊന്നും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഇതാണുള്ളത്. പിന്നെ ഇത് ടൈം ടേക്കിംഗ് ആണ്. അതായത് നമുക്ക് നമ്മളുടെ ഇൻടേക്കിന് നമ്മുടെ ബ്രെയിനിനൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം പഠിക്കാനുള്ളത് ഒരു ദിവസമേ പഠിക്കാൻ കഴിയുള്ളൂ, അത് നമുക്ക് ഒരു ഇതില്ല. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ്, അതുപോലെ നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്ത് വരണം. ചിലർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും ഇങ്ങനെയാണുള്ളത്. പിന്നെ ഗൈഡിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല വിവരമുള്ള ഗൈഡ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആവാനുള്ള, നമ്മൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് സാധാരണ കോളേജിൽ പഠിച്ചതാണ്, നമ്മളെക്കാളും കഴിവുള്ള കുട്ടികൾ നമ്മൾ ക്ലാസ്സിലുണ്ട്. ഇപ്പോഴും എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയും, ഇത്ര മിടുക്കരായിരുന്നു. പക്ഷേ ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അൽഹംദുലില്ലാ അവരെക്കാളും ചില എന്താ പറയുക കമാൻഡ് ഉണ്ട്. അത് നമ്മൾ അവിടെ പോയി അവരുടെ കൂടെ ട്രെയിനിങ്, അത് എന്താ പറയുക കുറച്ച് എഫേർട്ടുള്ള കാര്യമാണ്. ഇത്ര നല്ല എക്സ്പേർട്ടായ ആൾക്കാരെ നമുക്ക് കിട്ടണം, ഗൈഡുമാരെ. അതെ, അത് പെയിൻഫുള്ളാണ് ചില കാര്യങ്ങൾ. നമ്മൾ പലതും മിസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഡൽഹി പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ട്രെയിനിനാണ് പോവുക. എനിക്കിപ്പോഴും എൻ്റെ ഒരു ഉപ്പാൻ്റെ ഒരു അമ്മായിയൊക്കെ മരിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരായിരുന്നു. എനിക്കിന് വരാൻ കഴിഞ്ഞില്ല. നമുക്ക് ഭയങ്കര, കാരണം വെക്കേഷന് നമ്മൾ കുറച്ച് ദിവസത്തിനാണല്ലോ, അപ്പോൾ വന്ന് നിൽക്കുക, നമ്മൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനത്തെയൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എടുത്ത് പറയാനുള്ളതാണ്.
അപ്പോൾ അതാണ് അതിൽ ഉള്ളത്. ഒരു ഡോക്ടർ എന്നുള്ള പേരിനേക്കാളുപരി അതുപോലെ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്താ പറയുക, നമ്മൾ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും ശ്രമിക്കാനുള്ള ഒരു ഇത് വേണമെന്നുള്ളതാണ് അതിൽ ഉള്ളത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, ഡിഫറെൻ്റ് ആവാം മറ്റുള്ളവരുടെ. ഒരു PhD ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യലാണോ അതല്ല ആ പ്രോബ്ലം സോൾവ് ചെയ്യലാണോ ഏതാണ് കൂടുതൽ പ്രയാസകരമായിട്ടുള്ളത്? അതൊരു വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. രണ്ടും ഈക്വലി ചലഞ്ചിങ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. ചിലവർക്ക് ഇത് രണ്ടും എളുപ്പമാവാറുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ പറയാനുള്ളത്, പ്രോബ്ലം നേരെ സാറിനാണ് പറഞ്ഞത്, സാറ് പറഞ്ഞത് തന്നാൽ മതി എന്നുള്ളത് ഞാൻ എന്നെ തന്നെ സേവ് ചെയ്തു. കാരണം ഞാൻ എൻ്റെ M.Tech thesis IIT ഡൽഹിയിലായതുകൊണ്ട് തന്നെ നമുക്കറിയാം, അവർക്കറിയാത്തൊരു ടോപ്പിക്കെന്ന് അവർ സമ്മതിക്കും, പക്ഷെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം അവർ ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല, അവർ ഹെൽപ്ലെസ് ആണ്. കാരണം അവർക്ക് മറ്റു പലതുണ്ട്. വേറെ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഗൈഡൊക്കെ ചില ഡൗട്ടുകൾ നമ്മൾ കൂടെ വന്നിരുന്ന് നമുക്ക് സിസ്റ്റത്തിൽ നമ്മൾ എന്താ പറയുക കോഡിംഗ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു എക്സ്പേർട്ട്, നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ സെക്കൻഡ് പാർട്ട് ശരിക്കും അത് നമ്മളുടെ മാത്രമാണ്. അതായത് ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടുത്തൊരാളുടെ ഹെൽപ്പ് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടണം എന്നില്ല. അപ്പോൾ രണ്ടും ഈക്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ കുറച്ചൊരു സമയവും എഫേർട്ടും വേണ്ടതാണെന്നാണ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അത് സോൾവ് ചെയ്യാനുള്ളൊരു ഒരു ആ ഒരു മുന്നോട്ടുള്ള വഴിയിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ എന്തായാലും ഉണ്ടാവും. അത് എല്ലാ PhDയിലും മിക്കവാറും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? എല്ലാ നല്ല PhDയും ഒരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലും കൂടെ പോവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത്രയും എക്സെപ്ഷണൽ കേസസും ലക്കി ആവണം, അല്ലാണ്ട് ഒരു തൗഫീഖ് ഉണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ പതറിപ്പോവാതെ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു പരിഹാരം മുമ്പിലുണ്ട്, അതിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള ആ ഒരു ഡിലേ മാത്രമാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് പിന്നെ അതിൽ തന്നെ തുടരണം, അല്ലേ? അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊക്കെ കൂടുന്ന പോലെ തോന്നും നമുക്ക്. ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി എന്ന് കരുതാം, ലൈഫിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങളുണ്ടല്ലോ, അതെ, ബാക്കിയെല്ലാം കൂടെ കൂടിയതുപോലെ തോന്നും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഗൈഡിൻ്റെ സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഈ PhD ഒരു പരിധി നമ്മളുടെ ലൈഫിനെ നല്ലൊരു പ്രൈം ടൈമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു 20-ന് ശേഷം 30-ൻ്റെ മുന്നേ അല്ലെങ്കിൽ 35-ന് മുന്നേ ആയിട്ട്. ഒരു QIPയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ വേറൊരു കേസാണ്. അപ്പോൾ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ടാവും. അപ്പോൾ IIT ഡൽഹിക്കൊന്നും പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല, അവർ സ്റ്റിപ്പുലേറ്റഡ് അല്ല. പക്ഷേ ഗൈഡുമാർക്ക് ഓരോ ക്രൈറ്റീരിയ ഉണ്ടാവും. ഇന്ന ജേണലിൽ പബ്ലിഷ് ചെയ്യണം, അതെ, ഇന്ന ജേണലിനാണെങ്കിൽ ഇത്ര. ഇപ്പോൾ NIT കാലിക്കറ്റിൽ എൻ്റെ ഭാഗത്ത് ഞാൻ ശ്രമിക്കാറുള്ളത്, ഇവർക്ക് Q1 എന്ന് പറയും, ഏറ്റവും ടോപ്പ് ജേണൽ, Q1 ഒരു പബ്ലിക്കേഷനാണ് അവരുടെ ക്രൈറ്റീരിയ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളൊരു PhD സ്റ്റുഡൻറ്റ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു, 3rd ഇയർ ആയിട്ടുള്ളൂ. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അവരെ, ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് ഹെൽപ്പ്. ചിലപ്പോൾ അതിനകത്തുള്ള എന്താ പറയുക, നമുക്ക് കഴിയുന്ന പോലെ നമ്മളുടെ പ്രോബ്ലം എന്നുള്ള പോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർ റിലാക്സ്ഡ് ആണ്. അപ്പോഴാണ് ശരിക്കും ഇത് ഔട്ട്പുട്ട് വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു PhD 5 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു 3-4 പേപ്പറൊക്കെ ചിലപ്പോൾ ഒരാൾ പബ്ലിഷ് ചെയ്യുള്ളൂ. പക്ഷേ ജോലിക്ക് കയറി 5 കൊല്ലം കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും, പല കാരണങ്ങളും. പക്ഷെ അതിലൊരു ഫാക്ടർ ഫ്രീ ആണ് നമ്മൾ. നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ അല്ലെങ്കിലും അത്ര പ്രഷർ നമുക്ക് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പ്രഷർ കുറയുമ്പോഴാണ്, ഒരു മീഡിയം പ്രഷറിലാണ് നമ്മളെപ്പോഴും ഒരു റിലാക്സ്ഡ് പ്രഷർ എന്ന് പറയാം എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാം. പിന്നെ പറഞ്ഞു, എന്താ പറയുക, ബാക്കിയുള്ള നിങ്ങൾ 2-3 നിങ്ങൾ പബ്ലിഷ് ചെയ്യും, സമയമുണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ അത് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെല്ലാം ഇത് ഡിസൈഡ് ചെയ്യുന്നത് കമ്മിറ്റിയാണ്. ഒരു കമ്മിറ്റി ഉണ്ടാവും, ആ കമ്മിറ്റിയിൽ ഒരു ഇൻറ്റേർണൽ എക്സ്പേർട്ട് ഉണ്ട്, ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ട് ഉണ്ട്. അവരും കൂടി ഓക്കെ പറയുകയാണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും. ഇപ്പം ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ പ്രോപ്പറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തതാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണ്? അത് 2-3 കേസായിട്ട് അങ്ങനത്തെ കേസ് ഒരുപാടുണ്ട്. ഇപ്പോൾ IIT ഡൽഹിയിൽ അപ്ലൈഡ് മെക്കാനിക്സിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആൾക്ക് PhD കൊടുത്തു. അയാളുടെ അതായത് ഇത് ഇന്ന മെത്തേഡിൽ ഇത് പോസിബിൾ, അത് അവർക്കത് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു. സൊല്യൂഷൻ ഇല്ല എന്നുള്ളതും ഒരു ആൻസറാണ്. അതൊരു നല്ല ഫൈൻഡിങ്സ് ആയിരുന്നു. അവർ ചെയ്ത് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് എനിക്ക് അറിഞ്ഞു. ഇത് ഞാൻ PhD ചെയ്യുന്ന സമയത്തിന് മുന്നേ ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എക്സാക്ട്ലി ഇങ്ങനെയാണോ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്.
അതിന് സൊല്യൂഷൻ ഇല്ല. പക്ഷെ അവർക്ക് മനസ്സിലായി ഈ പ്രൊസീജിയർ ഇങ്ങനെ ഇത് പറ്റില്ല എന്നുള്ളത്. അപ്പം അപ്പോൾ അതൊരു ഒരു ഉത്തരമാണ്. അതെ ഈ പ്രൊസീജിയറിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളത് അതും ഒരു അതെ ഒരു അതെ ഫൈൻഡിങ് ആണ്. അതൊരു നെഗറ്റീവ് അല്ല. ഉം. അത് അക്സെപ്റ്റ് ചെയ്യണം. ഉം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മിറ്റി ഉണ്ടാവില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ഉം. മറ്റ് കേസ് ഇപ്പോൾ കണ്ടിട്ടുള്ള ചിലപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ടോപ്പിക്ക് മാറുക, അങ്ങനത്തെ അത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. ടോപ്പിക്ക് മാറിയിട്ട് പിന്നെ എക്സൽ ചെയ്യുന്ന കേസുകളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിക്ക് എടുക്കും. ഇപ്പോൾ എൻ്റെ ഗൈഡൊക്കെ ഞാൻ PhDക്ക് പോകുമ്പോൾ ഞാൻ സ്റ്റീലിലാണെന്ന് പറഞ്ഞ സമയത്ത് സാർ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്ത് വെച്ചൊരു ന്യൂമറിക്കൽ മോഡൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഉം. അതിൻ്റെ പുറത്ത് നമ്മൾ ബിൽഡ് ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു ഇതുവരെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ ബിൽഡ് ചെയ്തത്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതെ. അപ്പോൾ ഓൾറെഡി ഒരു കംപ്ലീറ്റ്ലി ഇന്നോവേറ്റീവ് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് റിസോഴ്സസ് ഉള്ള ഒരു ടോപ്പിക്ക് ഇതാണ് ഉള്ളത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ടോപ്പിക്ക് മാറുകയാണെന്നുണ്ടെങ്കിലും ഒരു ആദ്യത്തെ ഒരു 2 വർഷത്തിലൊന്നും അത്ര പ്രശ്നമാണ് എന്നുള്ളത് മറ്റ് സെക്കൻഡറി എഫക്ട്സ് ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അത്. അതെ. ഒരു തീരെ നമ്മളൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതെ 2 വർഷം കഴിഞ്ഞിട്ടും ഒന്നും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ നമ്മൾ മാറുന്നതാണ് ഏറ്റവും നല്ലത്. അതെ അല്ലേ? അതെ 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 ഇതിലൊരു കാര്യം കൂടി കൂട്ടി പറയാം നമുക്ക്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഈ കൊല്ലം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ പലതും കാണിക്കും. ഇപ്പോൾ ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കൊല്ലം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിടെക് കഴിഞ്ഞു, അപ്പോൾ പെട്ടെന്ന് ജോലിക്ക് കയറി. 1 വർഷം 1.5 വർഷം വർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും എംടെക്കിലേക്ക് തിരിച്ചു വന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. നേരെ മറിച്ച് ബിടെക് കഴിഞ്ഞിട്ട് ഗേറ്റിന് പ്രിപ്പയർ ചെയ്ത് എന്താ പറയുക എംടെക് എടുത്ത കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിലും പോസിറ്റീവ് വശങ്ങളുണ്ട്. അപ്പോൾ ഈ PhDൻ്റെ കേസിലും ഇത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ വിധത്തിൽ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വൈസ്, നമ്മളുടെ ഡിസിഷൻസ് അങ്ങനെ. ഇപ്പോൾ 1 വർഷം അല്ല 2 വർഷം നമ്മൾ വർക്ക് ചെയ്തു, ഒരു പിന്നെ പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു 2 വർഷം നഷ്ടമായി നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അത് നമുക്കൊരിക്കലും ഒരു ഇപ്പോൾ ചിലപ്പോൾ 3 വർഷം നമുക്ക് കണ്ടു 3 വർഷം അങ്ങനെയൊക്കെ ആയിട്ട് സ്റ്റക്കായിട്ട്, പക്ഷെ ലാസ്റ്റിലേക്ക് അവർ പിക്ക് ചെയ്ത കേസുകളൊക്കെ ഉണ്ട്. എക്സാക്ട്ലി 5 വർഷത്തിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അൾട്ടിമേറ്റ്ലി എയിം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതായത് നമ്മൾ മനസ്സിലാക്കിയത് എൻജിനീയറിങ് ഫണ്ടമെൻ്റൽസ് വെച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആവണം എന്നുള്ളത് റെലവൻ്റ് ആണ്. ഇപ്പോൾ പിന്നെ ഈ ഒരു PhD കഴിഞ്ഞു, പിന്നെ അധ്യാപനത്തിലേക്ക് വന്നപ്പോൾ നമുക്കുള്ള നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ പല അനുഭവങ്ങളും പങ്കുവെക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിലുള്ള ഇപ്പം ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ നമുക്കുള്ള നല്ല എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്കിതിൽ പറയാനൊരു മടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റിട്ടയർ ചെയ്ത ടീച്ചേഴ്സൊക്കെ പോയി കാണാറുണ്ട്. എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സുധ ടീച്ചറുണ്ട്, എന്നെ 8ലും 9ലും 10ലും പഠിപ്പിച്ചൊരു ടീച്ചറാണ്. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചറാണ്. ഒരു 8ൽ എന്നെ ഹിസ്റ്ററി, 9ലും 10ലും ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത്. ഞാൻ അവരെ കാണാൻ പോയി. ഇപ്പോൾ അവർ കോട്ടയത്തേക്ക് പോയി. അതുപോലെ മറ്റ് ടീച്ചേഴ്സിന് ചിലരുണ്ട്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയറായ പ്രൊഫസറെ ഞാൻ പറയുകയാണ്, കാണാൻ വരുന്ന കുട്ടികളുടെ എണ്ണം ഒരു സ്കൂളിൽ നിന്ന് റിട്ടയറായ ഒരു ടീച്ചറെ കാണാൻ ഭയങ്കര വ്യത്യാസമുണ്ട്. അതെ. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉത്തരം തരാൻ നല്ലത് ഇങ്ങനത്തെ സ്കൂളിലെ ടീച്ചേഴ്സാണ് എന്നുള്ള ഒരു ഇതാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഇതെന്താ എങ്ങനെയെന്നുള്ളത് ഒരു അതെ അതെ അത് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ഒരു പക്ഷേ ആ ഒരു സ്കൂൾ തലത്തിൽ നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടായിരിക്കും ഉണ്ടാവുക. അതെ അതായത് നമ്മൾ കുറേ അധികം ടെക്നിക്കലാണ് നമുക്ക് പലപ്പോഴും തോന്നി. നമ്മൾ PhD സ്റ്റുഡൻസിനോട് പോകുമ്പോൾ അതെ. ആൻസർ അതിലൂടെ ഇത് കിട്ടിയോ ഇതില്ലേ എന്നുള്ളതെന്ന് വെച്ചാൽ നേരെ മറിച്ച് സ്കൂളിൽ കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു PhD സ്റ്റുഡൻറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഞാൻ ടെക്നിക്കലാണ്. നേരെ ചോദിക്കുക റിസൾട്ട് എന്തായി, എന്താ പരിപാടി, ഒരു അതെ. സ്കൂൾ പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ എനിക്കെല്ലാം നല്ലതായിട്ടേ തോന്നിയിട്ട്. പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ സ്ട്രിക്റ്റ് ആവും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഒരു പോസിറ്റീവ് സൈഡിൽ. ഈ ഒരു പൂർണ്ണമായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങോട്ടും സംസാരിക്കാനൊക്കെ ഉണ്ടാവുക. അപ്പം അത് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളത് നമുക്ക് കഴിയുള്ളൂ. പിന്നെ വേറൊന്നും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പാസ്സാവാത്തൊരു കുട്ടീനെ പാസ്സാക്കി വിടുക എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിൽ ഡേഞ്ചറസ് ആണ്. അതെ. ഇയാളെ നാളെ പോയിട്ട് ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് ഫെയിലായാൽ അങ്ങനെ ഒരു വശമുണ്ട്. സ്കൂളിൽ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്കിൽസ് കഴിഞ്ഞിട്ട് അവർക്ക്
പഠിച്ചെടുക്കാം. അതെ അതെ എഞ്ചിനീയറിംഗിൽ ചിലപ്പോൾ ഉണ്ടെങ്കിലും നമുക്കത് എപ്പോഴും മെഷർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഉം. അപ്പോൾ നമ്മൾ ധാരാളം അനുഭവങ്ങൾ സഫീർ സാർ നമ്മളുമായിട്ട് പങ്കുവെച്ചു. അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ഗവേഷണ കാലഘട്ടത്തിൽ, ഇപ്പോൾ അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം നമ്മളുമായി ഷെയർ ചെയ്തു. ഈ ഒരു സമകാലികം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്ന സഫീർ സാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.